Hello students, I am Vasila. This is our sociology faculty. This is our sociology class. So, ഇന്ന് നമ്മൾ എന്തിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സോഷ്യോളജിയെ കുറിച്ചൊന്ന് മനസ്സിലാക്കാം അല്ലെ. ഈ ഒരു വീഡിയോയിലൂടെ പ്രധാനമായിട്ടും നമ്മൾ പറയാൻ പോകുന്നത് സോഷ്യോളജിനെ കുറിച്ചാണ് അല്ലെ. നമ്മൾ NOS എന്ന ഈ ഒരു ഇതിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ആണ് എന്ത് ഈ ഒരു സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പൊ സോഷ്യോളജി എന്ന സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് നോക്കുമ്പോൾ സോഷ്യോളജി എന്താണെന്ന് അറിയുന്നവരുണ്ടായിരിക്കും, പക്ഷെ അറിയാത്തവരും ഉണ്ടായിരിക്കും അല്ലെ. ഒരു പക്ഷെ അറിയാത്തവരും ഉണ്ടായിരിക്കും. സോഷ്യോളജി എന്ന സബ്ജക്റ്റ് എന്താണ്? സോഷ്യോളജി എന്ന സബ്ജക്റ്റ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് എന്ന സബ്ജക്റ്റ് പ്രധാനമായിട്ടും പഠിക്കുന്നത് നമ്മളെ കുറിച്ച് തന്നെ അല്ലേ. നമ്മളെ കുറിച്ചും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്തിലൂടെ പഠിക്കുന്നത്, ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ ഫാദർ ആരാണ്? അഗസ്റ്റ് കോംറ്റെ എന്ത് സോഷ്യോളജി എന്ന സബ്ജക്റ്റിന്റെ ഫാദറും. അതുപോലെ തന്നെ ഏകദേശം ഒരു 19ാം നൂറ്റാണ്ടോട് കൂടിയിട്ടാണ് എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, സോഷ്യോളജി എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെ. ഇപ്പൊ മറ്റുള്ള സബ്ജക്റ്റുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതൊക്കെ ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, അതുപോലെ തന്നെ ആന്ത്രോപോളജി, അങ്ങനെ ഓരോ സബ്ജക്റ്റുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സോഷ്യോളജി എന്ന സബ്ജക്റ്റ് എന്താണ്. അത് അല്ലേ ഒരു ഇപ്പൊ അടുത്ത് ഒരു സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഏകദേശം ഒരു 19ാം നൂറ്റാണ്ട് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എന്ത് സോഷ്യോളജി എന്നും. അഗസ്റ്റ് കോംറ്റെ ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട റീസൺ എന്താണ്? അദ്ദേഹം അതായത് നമ്മുടെ സൊസൈറ്റി അല്ലേ, ഓരോ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ ഒരുപാട് എന്തുണ്ട് സബ്ജക്റ്റുകൾ ഉണ്ട് അല്ലെ. ഓരോ സൊസൈറ്റിയിലുള്ള ഓരോ കാര്യങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ, പക്ഷെ സമൂഹത്തെ കുറിച്ച് പഠിക്കാൻ മാത്രം ഒരു സബ്ജക്റ്റ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ അന്ന് നടന്നിട്ടുള്ള ഈ ഒരു എൻലൈറ്റ്മെന്റ്, റിനൈസൻസ് തുടങ്ങിയിട്ടുള്ളതിന്റെ ഒക്കെ ഫലമായിട്ട്, അതുപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, ഇതിന്റെ ഒക്കെ ഫലമായിട്ട് സൊസൈറ്റി ആകെ എന്തായി മാറി, ഭയങ്കര ഡിസോർഡർ ആയി കിടക്കുകയായിരുന്നു. അപ്പൊ ആ ഒരു സൊസൈറ്റി എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നല്ല രീതിയിൽ ഓർഡർ ആക്കുന്നതിന് വേണ്ടിയിട്ടും മനുഷ്യരെ കുറിച്ചും മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഗസ്റ്റ് കോംറ്റെ എന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, സോഷ്യോളജി എന്ന സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ് അല്ലെ. നമുക്കറിയാം എന്തിനെ പറ്റിയിട്ടാണ്, നമ്മളെ കുറിച്ച് അല്ലെ, നമ്മളെ പറ്റിയിട്ട് തന്നെയാണ്, നമ്മളടങ്ങിയിട്ടുള്ള ഈ ഒരു മനുഷ്യരെ പറ്റിയിട്ടും മനുഷ്യരുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ ഒരുപാട് അല്ലെ പ്രധാനമായിട്ടും നമ്മളെ കുറിച്ച് തന്നെയാണ് ഇതിലൂടെയൊക്കെ പഠിക്കുന്നത് അല്ലെ. നമ്മളടങ്ങിയിട്ടുള്ള ഈ ഒരു നമ്മുടെ ഫാമിലി, മാരേജ്, കിങ്ഷിപ്പ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സൊസൈറ്റിനെ കുറിച്ചും നമ്മൾക്കിടയിലുള്ള ഈ ഒരു കമ്മ്യൂണിറ്റി, ഈ ഒരു റിലേഷൻഷിപ്പ്, സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റങ്ങൾ അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന റിലീജിയൻ അല്ലെ, മതങ്ങൾ, അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഈ ഒരു ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഈ ഒരു നമുക്കറിയാവുന്ന ആ ഒരു കാര്യത്തെ ജസ്റ്റ് ഒരു ടെക്സ്റ്റലായ രീതിയിൽ മാത്രമാണ് ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സോഷ്യോളജി എന്ന സബ്ജക്റ്റിൽ പ്രധാനമായിട്ടും നമ്മളെ കുറിച്ച് തന്നെ അല്ലെ, നമ്മളെ കുറിച്ചും നമ്മളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ജസ്റ്റ് സോഷ്യോളജി എന്താന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എത്ര ചാപ്റ്റേഴ്സുകളാണ് എക്സാമിന് പഠിക്കേണ്ടത് അല്ലെ. മൊത്തം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? 35ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ഒരു 35ഓളം ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇപ്പത്തെ ഒരു ഇത് ഫോക്കസ് ഏരിയ ആയിട്ട് വന്നിട്ടുണ്ട് അല്ലെ. ഇപ്പത്തെ ഒരു ഇത് അനുസരിച്ച് ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് എക്സാമിന് വരുന്ന 20ഓളം ചാപ്റ്റേഴ്സ് ആണ് എക്സാമിന് വരുന്നതും ബാക്കി വരുന്ന 15 ചാപ്റ്റേഴ്സ് എന്തിനുള്ളതാണ്, അത് അസൈൻമെന്റ് ഓറിയന്റഡ് ആണ്. അതായത് അത് അസൈൻമെന്റിന് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി അല്ലെ. അസൈൻമെന്റ് എഴുതാൻ മാത്രം. ബാക്കി വരുന്ന 20 ചാപ്റ്റർ മാത്രം എന്തിനു വേണ്ടി പഠിച്ചാൽ മതി, നമ്മൾ എക്സാമിന് വേണ്ടി പഠിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ 20 ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലെ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാനുണ്ടാവും. ജസ്റ്റ് എല്ലാവരും ഒന്ന് എന്ത് ചെയ്യാവുന്ന നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് 3ാമത്തെ ചാപ്റ്റർ വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങുന്നത്. 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യോളജി, ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് അതർ സോഷ്യൽ സയൻസ്. ദെൻ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെത്തേഡ്സ് ആൻഡ് ടെക്നിക്സ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യോളജി. പിന്നീട് 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യല്, കമ്മ്യൂണിറ്റി, അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനും. അതുപോലെ തന്നെ 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്. ദെൻ 12ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാരേജ്. അതുപോലെ തന്നെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫാമിലി. പിന്നെ 14ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള
കിങ്ഷിപ്പ്, പിന്നെ 16ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനും 17ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഓഫ് സോഷ്യൽ ചേഞ്ചും, ദെൻ 18ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച്, 19ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യലൈസേഷൻ, 20ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സോഷ്യൽ കൺട്രോളും, അതുപോലെ തന്നെ 26ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ സൊസൈറ്റി, ട്രൈബ്സ്, റൂറൽ ആൻഡ് അർബൻ, ദെൻ 27ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കാസ്റ്റ് സിസ്റ്റം ഇൻ ഇന്ത്യ, 28ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേജർ റിലീജിയസ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ 29ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മേജർ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഇന്ത്യയും, അതുപോലെ തന്നെ 30ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഓഫ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സും, 31ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഓഫ് അതർ ഡിപ്രൈസ്ഡ് സെക്ഷൻസ് അല്ലേ. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു 31 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. ദെൻ നമുക്ക് അടുത്ത വരുന്നത് എന്താണ്? ഓപ്ഷണൽ മൊഡ്യൂൾ ആണ്. 2 ടൈപ്പ് ഓഫ് ഓപ്ഷണൽ മൊഡ്യൂൾ ഉണ്ട്. ഓപ്ഷൻ എ ഉണ്ട്, ഓപ്ഷൻ ബി ഉണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാറ്റസ് ഓഫ് വുമൻസ്. അതിൽ നിന്ന് നമുക്ക് 2 ചാപ്റ്റർ മാത്രം എന്തിനു പഠിച്ചാൽ മതി? എക്സാമിന് പഠിച്ചാൽ മതി. അതിന് വരുന്നത് എന്ത്? നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് 32ാമത്തേതും അതേപോലെ തന്നെ 33ാമത്തെ, ഒന്നെങ്കിൽ ഓപ്ഷൻ മൊഡ്യൂൾ എ, അതായത് മൊഡ്യൂൾ 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള എ എന്നോ, അല്ലെങ്കിൽ 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള കൾച്ചർ എന്ന മൊഡ്യൂൾ ആയിട്ടുള്ള ആ ഒരു ബി സെക്ഷനിലുള്ള 32ാമത്തെ 33ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി. അതായത് 5ാമത്തെ മൊഡ്യൂൾ ആയിട്ടുള്ള എ, സ്റ്റാറ്റസ് ഓഫ് വുമൺ എന്ന ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന 32ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ആൻഡ് കൾച്ചറൽ പെർസ്പെക്റ്റീവ്സും, അതുപോലെ തന്നെ 33ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജെൻഡർ ഡിസ്ക്രിമിനേഷനും. ഓപ്ഷൻ ബിയിൽ നിന്ന് വരുന്ന 32ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൾച്ചർ, കോൺസെപ്റ്റ് ആൻഡ് ക്യാരക്ടറൈസിക്സും, ദെൻ 33ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇന്ത്യൻ കൾച്ചറൽ ഹെറിറ്റേജ് എന്നിവയാണ് പ്രധാനപ്പെട്ട നമ്മൾ ഫോക്കസ്ഡ് ഏരിയ ആയിട്ട് വരുന്ന ഈ ഒരു 20 ലെസൺസ് അല്ലേ. നമ്മൾ ഈ ഒരു 20 ലെസൺസ് മാത്രം എന്ത് ചെയ്താൽ മതി? എക്സാമിന് പഠിച്ചാൽ മതി അല്ലേ. അപ്പോൾ ബാക്കി വരുന്ന ഈ ഒരു 35ഓളം ചാപ്റ്റേഴ്സ് എന്ന് വരും. ഈ ഒരു 20 ചാപ്റ്റർ മാത്രം എക്സാമിന് വേണ്ടി എന്ത് ചെയ്താൽ മതി? പഠിച്ചാൽ മതി അല്ലേ. വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സാമിന് പാസ്സാകാൻ പറ്റും. അപ്പൊ അത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അല്ലെ. ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യണം? കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അപ്പൊ 20 ചാപ്റ്റർ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, ഇപ്പൊ നമ്മൾ ഫോക്കസ്ഡ് ഏരിയാസ് ഏതൊക്കെ മനസ്സിലായി, ജസ്റ്റ് സോഷ്യോളജിയെ കുറിച്ചൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്? നമ്മൾ എക്സാമിനെ കുറിച്ച് അറിയണം അല്ലെ. ജസ്റ്റ് എക്സാം എന്താണെന്നൊന്ന് മനസ്സിലാവും അല്ലെ. നമ്മൾ പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് എക്സാം എഴുതാനും കൂടി അറിയണ്ടേ. ഇപ്പോഴത്തെ ഒരു മാറി വന്ന പുതിയൊരു എക്സാം പാറ്റേൺ അനുസരിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? 50 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, അതുപോലെ തന്നെ ബാക്കി 50 മാർക്ക് എന്തിനുള്ളതാണ്? വെരി ഷോർട്ട് എസ്സേയും, അതുപോലെ തന്നെ ഷോർട്ട് എസ്സേ, ഇങ്ങനെ 3 കാറ്റഗറി ആക്കിയും തരംതിരിച്ചിട്ടുണ്ട് അല്ലേ. മൊത്തം 100 മാർക്കിനാണ് ഉള്ളത്. ആ 100 മാർക്കിന് 50 മാർക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിട്ടും, അതുപോലെ തന്നെ ബാക്കി 50 മാർക്ക് എന്താക്കിയും തരംതിരിച്ചിട്ടുണ്ട്, ഇങ്ങനെ എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടും തരംതിരിച്ചിട്ടുണ്ട്. ഈ ഒരു 50 മാർക്ക് ഓഫ് ഫസ്റ്റ് വരുന്ന ഈ 50 മാർക്ക് തന്നെ പല വ്യത്യസ്ത തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ആഡ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നമുക്ക് അത് എന്തൊക്കെയെന്ന് നോക്കാം. ജസ്റ്റ് നിങ്ങൾ സ്ക്രീനിൽ നോക്കുക, നിങ്ങൾക്ക് കാണാനുണ്ടാവും. ഫസ്റ്റ് വരുന്നത് MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ വരുന്നുണ്ട് അല്ലെ. MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻസ് നിന്ന് അതിന്റെ ഉത്തരം കണ്ടെത്തി വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്ത വരുന്നതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അതായത് കുറച്ചൊരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഒരു ബ്ലാങ്ക് ആയി കടന്നിട്ടുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിന്റെ ആൻസർ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി അല്ലേ. നമുക്ക് ഒരു അതിന്റെ ക്വസ്റ്റ്യന്റെ താഴെ തന്നെ ഉണ്ടായിരിക്കും ജസ്റ്റ് ബ്രാക്കറ്റിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിന് അതിന്റെ ഉത്തരം തിരഞ്ഞെടുത്തിട്ട് സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് 1 വേർഡ് അല്ലേ. 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടാവും, അതിന്റെ ആൻസർ അല്ലേ ഒരു 1ഓ 2ഓ വേർഡിൽ വരുന്ന എന്തുണ്ടായിരിക്കും? മാർക്ക് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളായിരിക്കും ഈ ഒരു 1 വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ വരുന്നത്. പിന്നീട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഏത്? ട്രൂ ഓഫ് ഫാൾസ് അല്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും, അത് ട്രൂ ആണോ ഫാൾസ് ആണോ
അതായത് അത് ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അല്ലെ അത് വിശദീകരിച്ച് ഒന്നും എഴുതേണ്ട ആവശ്യം നമുക്കില്ല. ജസ്റ്റ് ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. വളരെ സിമ്പിൾ അല്ലെ. ദെൻ അടുത്ത വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അസേഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അസേഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് വലിയൊരു പരിചയം ഉണ്ടാവില്ല അല്ലെ. അസേഷൻ റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ് അല്ലെ, നമുക്ക് മനസ്സിലാക്കുക എങ്ങനെയാണ് അത് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അസേഷൻ എന്ന് പറഞ്ഞു റീസണിങ് എന്ന് പറഞ്ഞാണ്ട് രണ്ട് തരം ഉണ്ടാവും. അസേഷൻ എന്ന് പറഞ്ഞാണ്ട് ഒരു സെന്റൻസ് തന്നിട്ടുണ്ടാവും, ഒരു 2 വരി സെന്റൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റീസണിങ് തന്നിട്ടും ഒരു 2 വരി സെന്റൻസ് ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഈ 2 സെന്റൻസും ഒരു ടോപ്പിക് ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ അസേഷൻ എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് വേറെ ഏതെങ്കിലും, റീസണിങ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് വേറെ ഏതെങ്കിലും ടോപ്പിക് ബേസ്ഡ് ആയിരിക്കും. അതിൽ വരുന്ന ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ്, ഒന്നെങ്കിൽ രണ്ടും ട്രൂ ആണോ, അല്ലെങ്കിൽ രണ്ടും ഫാൾസ് ആണോ, അല്ലെങ്കിൽ അതായത് ഫസ്റ്റ് തന്ന അസേഷൻ ട്രൂ അല്ലെങ്കിൽ റീസണിങ് ഫാൾസ്, അല്ലെങ്കിൽ റീസണിങ് ട്രൂവും അസേഷൻ ഫാൾസും, അങ്ങനെയൊക്കെ അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകുക. അപ്പൊ നമ്മൾ കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യണം, ഈ 2 സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള അസേഷനും റീസണിങ് നല്ല രീതിയിൽ വായിച്ചു നോക്കുക. വായിച്ചിട്ട് അത് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഓപ്ഷൻസിനനുസരിച്ച് അത് എഴുതുക. ചിലപ്പോൾ 2 ശരിയേക്കാരം അല്ലെങ്കിൽ അതിൽ 1 തെറ്റേക്കാരം, അത്രമാത്രം ചെയ്താൽ മതി. ആ ഓപ്ഷൻസിന് കറക്റ്റ് അത് എടുത്തുകൊണ്ട് എഴുതിയാൽ മതി. അതാണ് അസേഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നത്തെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഏത്, മാച്ച് ദ ഫോളോ ഇല്ലേ. നമുക്കറിയാം, നമുക്ക് ചേരുംപടി ചേർക്കാന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. പണ്ട് നമ്മൾ ചെറിയ കുട്ടിയായ സമയത്ത് തന്നെ നമുക്ക് 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ ഒരു ക്ലാസ് തന്നെയുള്ള ഒരു ഇതാണ് ചേരുംപടി ചേർക്കൽ അല്ലേ, മാച്ച് ദ ഫോളോയിങ്. അതായത് ഒരു കോളം 2 കോളം ഉണ്ടായിരിക്കും, അതിൽ ഒരു 3-4 ടോപ്പിക് ഉണ്ടായിരിക്കും അല്ലെ. അതേപോലെ തന്നെ മറ്റേ കോളത്തിലുണ്ടായിരിക്കും 3-4 ടോപ്പിക്. അത് പരസ്പരം എന്ത് ചെയ്താൽ മതി, ശരിയായ രീതിയിൽ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ദെൻ അടുത്ത വരുന്നതാണ് പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പാസേജ് തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ അടിയിൽ ഒരു 4 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. എന്നിട്ട് ആ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ഈ ഒരു പാസേജ് നോക്കിക്കാണ്ട് ജസ്റ്റ് എഴുതിയെടുത്താൽ മതി. അത്രയേ ഉള്ളൂ നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. അപ്പോൾ ഈ 50 മാർക്കിന് ഈ ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടുള്ള ഇത്തരം സിമ്പിളായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേടിയെടുക്കാവുന്ന ഒന്നാണ് ഈ ഒരു 50 മാർക്ക് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. എസ്സേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതാണ് വെരി ഷോർട്ട് എസ്സേ. അത് ഏകദേശം 7 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് 14 മാർക്കായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നീട് വരുന്നതാണ് ഷോർട്ട് എസ്സേ. ആദ്യം വെരി ഷോർട്ട് എസ്സേ, പിന്നീട് ഷോർട്ട് എസ്സേ. ഷോർട്ട് എസ്സേ 3 മാർക്കിൻ്റെതായിരിക്കും, അത് ഏകദേശം 7 ഉണ്ടായിരിക്കും. 7 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതിന് 21 മാർക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ലോങ് എസ്സേ ഉണ്ടായിരിക്കും. അതായത് ലോങ് എസ്സേ എന്ന് പറയുന്നതാണ് എസ്സേ, അതായത് അതിന് എത്ര മാർക്കാണ്, 5 മാർക്കായിരിക്കും. 5 മാർക്കിൻ്റെ അത് 3 ഉണ്ടായിരിക്കും. അതിന് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് 5 മാർക്ക് വെച്ചിട്ട് 15 മാർക്ക് മൊത്തം ടോട്ടൽ. അങ്ങനെ അതും കൂടി 50 മാർക്ക്. അങ്ങനെയാണ് ഈ ഒരു എക്സാമിന്റെ പുതിയ പാറ്റേൺ അല്ലേ. ഇപ്പൊ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏപ്രിൽ ബാച്ചിന്റെ ആ ഒരു ഇത് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഞാൻ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. സിമ്പിളായ രീതിയിൽ നമുക്ക് ഈ ഒരു 100 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡ് അല്ലേ. നമ്മൾ ഒരുപാട് എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് തന്നിട്ടുള്ളത്. വളരെ സിമ്പിളായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായ രീതിയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ എക്സാമിന്റെ ആ ഒരു പാറ്റേൺ ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ജസ്റ്റ് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഏതാണ്, MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. MCQ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരിക്കും, ഇതേപോലെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് അതിന്റെ കറക്റ്റ് ആൻസർ എന്ത് ചെയ്താൽ മതി, എടുത്ത് എഴുതിയാൽ മതി. ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് വായിച്ചു നോക്കിയതാണ്, വിച്ച് എമംഗ് ദീസ് ദ ആട്രിബ്യൂട്ട് ഓഫ് സൊസൈറ്റി. അതായത് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇതേപോലെ 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷൻസ് നിന്ന് കറക്റ്റ് ആയിട്ടുള്ളതിന്റെ ആൻസർ എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അത് കാണുമ്പോൾ അത് എന്താണ് അറിയാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അത് അല്ലേ, നമ്മൾ ഈ ചാപ്റ്റേഴ്സ് പഠിച്ചിട്ടില്ല. ഓരോ ചാപ്റ്റേഴ്സും കൃത്യമായ രീതിയിൽ നമുക്ക് പഠിക്കുമ്പോൾ ഇതിന്റെ ആൻസർ ഒക്കെ വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം അല്ലേ.
ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഫസ്റ്റില്ലേ 18ാമത്തെ ആ ഒരു ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്? ആൻ എക്സാമ്പിൾ ഓഫ് കിങ്ഷിപ്പ് ടേം യൂസ്ഡ് ഓഫ് ദ ഡോട്ടേഴ്സ് ഹസ്ബൻഡ്. അതായത് മകളുടെ ആ ഒരു ഭർത്താവിനെ വിളിക്കുന്ന കിങ്ഷിപ്പ് ടേം എന്താന്നാ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യന്റെ അടിയിൽ ജസ്റ്റ് നമുക്ക് എന്താ ബ്രാക്കറ്റിൽ ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസ് നിന്ന് ജസ്റ്റ് ഇതിന്റെ ആൻസർ എന്ത് ചെയ്താൽ മതി, സെലക്ട് ചെയ്താൽ മതി. അപ്പൊ ഇതിൽ വരുന്നതിന്റെ ആൻസർ ഏതാണ്? ഡിസ്ക്രിപ്റ്റീവ് ടേം ആണ് ഇതിൽ വരുന്ന ഇതിന്റെ ആൻസർ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, വൺ വേർഡ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഇതേപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ക്വസ്റ്റ്യൻസിന് എന്ത് ചെയ്താൽ മതി, ഇതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിഡർ ആസ് എ നെസസറി ഓഫ് ഹ്യൂമൻ നാച്ചർ. അതായത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസിഡർ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. സൊസൈറ്റിയിൽ മനുഷ്യനെ നിയന്ത്രിക്കാൻ എന്താവശ്യമാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ആവശ്യമാണ് അല്ലെ. അതിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഏതാണ്? സൊസൈറ്റി, കമ്മ്യൂണിറ്റി, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനും അസോസിയേഷനും എന്ന് പറഞ്ഞ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്. ആ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഫാമിലി ആണ് അല്ലേ. നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്നാണ് ജസ്റ്റ് ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ട്രൂ ഓർ ഫാൾസ് ഓഫ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം അല്ലെ. ട്രൂ ഓർ ഫാൾസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ജസ്റ്റ് ആ 21ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ നോക്കൂ. ഡിസ്ക്രൈബ് ദ, എന്താണ് അത് ചോദിച്ചിട്ടുള്ളത്? സൈക്ലിക്കൽ തിയറി ഡിസ്ക്രൈബ് ദാറ്റ് സത്യയുഗ വിൽ സ്റ്റാർട്ടഡ് ആഫ്റ്റർ ദ കലിയുഗ. അതായത് സത്യയുഗ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് കലിയുഗ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ ഒരു സൈക്ലിക്കൽ തിയറിയിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്? തെറ്റാണ് അല്ലെ. ഇതെന്താണ്? ഫാൾസ് ആണ്. നമുക്ക് ഇപ്പൊ അത് അറിയില്ല, കാരണം നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ. ഓരോ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ ഇതിന്റെ ആൻസേഴ്സ് കൃത്യമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അസേഷൻ ആൻഡ് റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസേഷൻ എന്ന് പറയും, അതിലൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. റീസണിങ് എന്നും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ടാവും. അസേഷൻ എന്നതുകൊണ്ട് അല്ലെ, ഇതിൽ അസേഷൻ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിലൂടെ തന്നിട്ടുണ്ട്. എന്താണ് ഇതിലൂടെ തന്നിട്ടുള്ളത്? മാസ് മീഡിയ ആസ് അസിലേറ്റഡ് the process of changing by the spreading the element of individual culture to people far away and thus resulted in the form of കൾച്ചറൽ മോഡേണൈസേഷൻ. അതായത് മാസ് മീഡിയ, നമുക്കറിയാം ഈ ഒരു മാസ് മീഡിയ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? സൊസൈറ്റിയിൽ ഇത്രത്തോളം കൾച്ചർ സ്പ്രെഡ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഒരു പ്രധാന എലമെന്റ് ആണ് ഏത്? മാസ് മീഡിയ ആണെന്നാണ് ഇതിലൂടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിലൂടെ പറയുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ എന്താണ് പറയുന്നത്? റീസണിങ് എന്ന് പറഞ്ഞിട്ടില്ല. 2ാമത്തെ സ്റ്റേറ്റ്മെന്റിലൂടെ എന്താണ് പറയുന്നത്? ദ ഡിഫ്യൂഷൻ is when one society adopt the culture trace of another through the propagated കോണ്ടാക്ട്. അതായത് ഈ ഒരു സൊസൈറ്റിയിലുള്ള കൾച്ചർ മറ്റൊരു സൊസൈറ്റിയിലേക്ക് പ്രചാരണം ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ. കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട്. അതൊരു സൊസൈറ്റിയിൽ മാത്രം ഒതുങ്ങാതെ മറ്റുള്ള സൊസൈറ്റിയിലേക്കും കൾച്ചർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ വ്യാപിക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ എന്ത് ചെയ്യുന്നത്? 2ാമത്തെ റീസണിങ് ആയിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഇപ്പൊ ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും അതായത് ഈ 2 ടൈപ്പ് ഓഫ് സ്റ്റേറ്റ്മെന്റും, അസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റും റീസണിങ് എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റ് എന്താണ്? എന്തിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്? രണ്ടും കൾച്ചറിലെ സംസ്കാരത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം അല്ലെ. ഫസ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് എ എന്ന് പറയുന്നത് ട്രൂ ആണ്, ബട്ട് ആറ് അതായത് റീസണിങ് എന്ന് പറയുന്നത് എന്താണ്? ഫാൾസ് ആണ്. 2ാമത്തെ ഓപ്ഷൻ എന്താണ്? എ എന്ന് പറയുന്നത് ഫാൾസ് ആണ്, അതുപോലെ തന്നെ 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. 3ാമത്തെ ഓപ്ഷൻ സി ഓപ്ഷൻസ് എന്താണ്? രണ്ടും ട്രൂ ആണ്. പിന്നെ 4ാമത്തെ ഓപ്ഷൻസിൽ ഡി ആയിട്ടുള്ള ഓപ്ഷൻസ് എന്താ? രണ്ടും ഫാൾസ് ആണ്. അപ്പൊ ഈ ഒരു ഇതിൽ ഏതാണ് ഇതിന് ആൻസർ ആയിട്ട് കറക്റ്റ് വരുന്നത്? സി ആണ് വരുന്നത് അല്ലെ. കാരണം എന്താണ്? രണ്ടും കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഒന്നായത് കൊണ്ട് തന്നെ രണ്ടും ട്രൂ ആണ്. അസേഷൻ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റും റീസൺ എന്ന് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ് രണ്ടും എന്താണ്? ട്രൂ ആണ്. അതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ അസേഷൻ, റീസണിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ നോക്കുന്നത് എന്താണ് അല്ലെ? മാച്ച് ദ ഫോളോയിങ് അല്ലേ. നമുക്കറിയാം ചേരുംപടി ചേർക്കൽ അല്ലേ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. കോളം എ എന്ന് പറഞ്ഞ് ഇതേപോലെ കുറച്ച് ടോപ്പിക് ഉണ്ടായിരിക്കും, അതുപോലെ കോളം ബി എന്ന് പറഞ്ഞ ഇതേപോലെ കുറച്ച് ടോപ്പിക് ഉണ്ട്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാന്നുള്ളത് നോക്കിയിട്ട് അതെന്ത് ചെയ്താൽ മതി? ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി.
പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസേജ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരുന്നു. ഇതേപോലെ വലിയൊരു പാസേജിലെ വലിയതെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയതാവില്ല, കുറച്ച് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാസേജ് തന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് ഇതേപോലെ ഒരു 4 ടൈപ്പ് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ജസ്റ്റ് ഈ ഒരു പാസേജ് നോക്കുക, എഴുതിയെടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിലൂടെ നമുക്ക് ആ ഒരു 1 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്രേ ഉള്ളൂ ഫസ്റ്റത്തെ 50 മാർക്ക് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് വരുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെരി ഷോർട്ട് എസ്സേ ലോങ് എസ്സേ. വെരി ഷോർട്ട് എസ്സേ ആയിട്ടുള്ള 2 മാർക്കിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് അല്ലേ. 2 മാർക്കിന് ഏകദേശം നമ്മൾ പറഞ്ഞിട്ട് ഏഴോളം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്താൽ മതി. ഫസ്റ്റത്തെ അല്ലേ, നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് അതിലൂടെ പറയുന്നത്? ഡിസ്ക്രൈബ് ദ അൺയൂസ്ഫുൾനെസ് ഓഫ് ദ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ ദ സോഷ്യോളജിക്കൽ റിസർച്ച് അല്ലെ. സോഷ്യോളജിക്കൽ റിസർച്ചിൽ ഹിസ്റ്റോറിക്കൽ മെത്തേഡ്സിന്റെ ആ ഒരു യൂസേജ് എന്താന്നൊക്കെ അല്ലെ, യൂസ്ഫുൾനെസ് എന്താണെന്നാണ് ഇതിലൂടെ ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നമുക്കിത് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല, കാരണം നമ്മളിതൊന്നും പഠിച്ചിട്ടില്ലല്ലേ. ഓരോ ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കുന്നതിലൂടെ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് എല്ലാതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ കുറച്ച് 3 മാർക്കിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട് അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അല്ലേ, അതായത് 32ാമത്തെ ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്ക് നോക്കാം. എന്താണ് 32ാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? ഡിസ്ക്രൈബ് ഹൗ സോഷ്യോളജി ആസ് എ സബ്ജക്ട് ഈസ് ഡിഫറെന്റ് ഫ്രം ഹിസ്റ്ററി അല്ലെ. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ എന്താണ് പഠിക്കുന്നത്, സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കുറച്ച് ചാപ്റ്റേഴ്സുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റ് ആണ് ഹിസ്റ്ററി. അപ്പൊ ഹിസ്റ്ററിയും സോഷ്യോളജിയും തമ്മിലുള്ള ആ ഒരു ജസ്റ്റ് ഡിഫറൻസ് എന്താന്നൊക്കെയാണ് ഇതിലൂടെ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അതാണ് ഈ ഒരു 3 മാർക്കിന് വന്നിട്ടുള്ള കുറച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ നോക്കി. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ നോക്കുന്നത് 5 മാർക്കിന് 3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെ 15 മാർക്കാണ് ഉണ്ടായിരിക്കുക. 5 മാർക്കിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ ജസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അല്ലെ. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 39ാമത്തെ ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? ഡിസ്കസ് ഹൗ ദ population explosion has created the number of socio-economical problems അല്ലെ. സോഷ്യോ എക്കണോമിക്കൽ പ്രോബ്ലംസിലേക്ക് ഇടയാക്കിയിട്ടുള്ള ഈ ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു ജനസംഖ്യ ഒരു വിസ്ഫോടനം മൂലം സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സോഷ്യോ എക്കണോമിക്കൽ പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലൂടെ എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, ജസ്റ്റ് സോഷ്യോളജി എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ തന്നെ സോഷ്യോളജി വരാൻ ചാൻസ് ഉള്ള ആ ഒരു 20 ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെ, നമ്മുടെ ഫോക്കസ് ഏരിയ ആയിട്ടുള്ള ആ 20 ചാപ്റ്റേഴ്സുകൾ ഏതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലെ, ജസ്റ്റ് നമ്മളുടെ ആ ഒരു എക്സാമിലെ നമ്മൾ ഫോക്കസ് ഏരിയ മാത്രം മനസ്സിലാക്കിയാൽ പോരല്ലോ, നമ്മൾ എക്സാം നമ്മൾ എഴുതേണ്ടതാണ്. അപ്പൊ എക്സാമിന് വരേണ്ട ആ ഒരു എക്സാം പാറ്റേൺ നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ജസ്റ്റ് ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി എടുത്തുങ്ങാണ്ട് അതിലൂടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് എക്സാമിലെ നമ്മൾ ആ പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണുകളും നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയാനുള്ളത്. എല്ലാതും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി വെക്കുക, കൃത്യമായ രീതിയിൽ എന്ത് ചെയ്യുക, ഓരോ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടും പഠിച്ചു തുടങ്ങുക. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്താലോ. താങ്ക് യു സോ മച്ച്.